പ്രോഗ്രാം ഒരു ചർച്ചാ ക്ലാസ് പോലെയാണ് നടത്തുന്നത്. മാനവികം ഫൗണ്ടേഷൻ്റെയും ജില്ലാ ജൈവ കർഷക സമിതിയുടെ കൂടെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത്. മാനവികം ഫൗണ്ടേഷൻ പറയുമ്പോൾ 2000 ആരംഭിച്ച ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. പ്രകൃതിയെ ആദരിക്കുക, പ്രകൃതി കൃഷി, അതുപോലെ തന്നെ മനുഷ്യവംശത്തിൻ്റെ ആരോഗ്യം, സുരക്ഷിതമായ ഭാവി, ഇവയെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് കുറേ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഘടനയാണ്. സംസ്ഥാന ജൈവ കർഷക സമിതിയുടെ ജില്ലാ ഘടകമാണ് കോട്ടയം ജില്ലാ ജൈവ കർഷക സമിതി. 2012 സംസ്ഥാന തലത്തിൽ രജിസ്ട്രേഷൻ നടത്തി വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ജൈവ കൃഷി, യാതൊരുവിധ രാസവളവും ചേർക്കാതെ കൃഷി ചെയ്യുക, അങ്ങനെയുള്ള കൃഷി, ആ കൃഷി അഭിവൃദ്ധിപ്പെടുത്തി അതിൻ്റെ ഫലം മനുഷ്യന് കൊടുക്കുക. മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫലമാണ് ശരിക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അതായത് ആരോഗ്യത്തിന് സ്വാഭാവികമായിട്ടുള്ള നല്ലത് എന്നതിനേക്കാൾ അപ്പുറം അസുഖത്തിന് സൗഖ്യം കൊടുക്കുന്ന ഒരു ഔഷധമായിട്ട് അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ സഹായിക്കും എന്ന ഒരു പ്രചാരണമാണ് ജൈവ കർഷക സമിതി സംസ്ഥാനത്തുടനീളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇൻ്റർനാഷണലി അംഗീകരിച്ച ഒരു NGO ആണ് സംസ്ഥാന ജൈവ കർഷക സമിതി. അതിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഷൊർണൂറുണ്ട്. അത് WHO സപ്പോർട്ടോടുകൂടി ഫണ്ടോടുകൂടി അവിടെ ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും 2-3 ബാച്ചുകളായിട്ട് പരിശീലനം കൊടുക്കുന്നു. സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം രാസവസ്തുക്കൾ ചേർക്കാതെ, കീടനാശിനികൾ ചേർക്കാതെ കൃഷി എങ്ങനെ പോഷിപ്പിക്കാമെന്ന്, എങ്ങനെ ആരോഗ്യകരമാക്കാം എന്നതിനെപ്പറ്റിയുള്ള പരിശീലനമാണ് കൊടുക്കുന്നത്. ആരംഭിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുകയാണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ഇതേ രീതിയിലുള്ള ചർച്ചകളും സെമിനാറുകളും നടത്തുവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ ഉണ്ടാകാവുന്ന ഒരു വലിയൊരു സാമൂഹിക പ്രശ്നം, സാമൂഹിക ഭൂകമ്പം എന്ന് വേണേൽ കണക്കാക്കാം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സെമിനാർ നടപ്പിലാക്കുന്നത്. കേരള ജൈവ കർഷക സമിതി കഴിഞ്ഞ 30-ലധികം വർഷക്കാലമായി കേരളത്തിൽ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ ഇല്ലാതെ കൃഷി ചെയ്ത് മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് ജനിതക മാറ്റം നടത്തിയ വിത്തുകൾ, കടുക് പോലെയുള്ള വിത്തുകളിലേക്ക് അത് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ പരുത്തി കൃഷിയിൽ ജനിതക മാറ്റം നടത്തിയ വിത്തുകൾ ഉപയോഗിച്ചത് വഴി കർഷകർക്കുണ്ടായ ദുരിതങ്ങളും, അതിൻ്റെ ഈ ജനിതക മാറ്റം നടത്തിയ വിത്തുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി തന്നെ വിഷമയമാകുന്ന ഒരിതാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി പ്രകൃതിയുടെ പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും അതിജീവനത്തിൻ്റെ ഒരിത് നൽകുന്നുണ്ട്. അങ്ങനെ അതിജീവിക്കുക വഴി കീടനാശിനികൾ ഉപയോഗിക്കാതെ ചെയ്യുന്ന ഈ ജനിതക മാറ്റം നടത്തിയ വിത്തുകളിൽ ഉണ്ടാകുന്ന വീണ്ടും അതിജീവനമാകുമ്പോൾ അവയെ നശിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും കൃഷിക്കാർ നശിക്കുകയും ചെയ്ത ഒരു ചിത്രമാണ് പരുത്തി കൃഷിയിലൂടെ ഉണ്ടായത്. അത് ഇനിയും ഈ കൃഷി വ്യാപിപ്പിക്കരുതെന്നും അതിൻ്റെ ഭവിഷ്യത്തുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ജൈവ കർഷക സമിതി ഇന്ന് ഇവിടെ ഒരു ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് അവതരണം നടത്തുന്ന വിജയ സാർ സംസാരിക്കുന്നു. കാർഷിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചർച്ചാ ക്ലാസ്, ജൈവ കാർഷിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തുന്ന ചർച്ചാ ക്ലാസ് GM വിളകളെക്കുറിച്ചാണ്. GM വിളകളും അവയുടെ ഉൽപ്പാദനവും അത് പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും എന്നുള്ള വിഷയമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ GM വിളകൾ എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകൾ ധാരാളം കമ്പനികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും അതിനുള്ള പ്രചരണം വളരെ കൂടിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂലൈ മുതലാണ് ഇതിനെക്കുറിച്ച് തീവ്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്.
ഒരു കേസിൽ റൂളിംഗായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ജൈവ വിളകൾ മാറ്റിയിട്ട് ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് സാങ്ഷൻ കൊടുക്കണമെങ്കിലും അതിനെക്കുറിച്ച് കർഷകരുമായിട്ടും കർഷക സംഘടനകളുമായിട്ടും സയൻറ്റിസ്റ്റുകളുമായിട്ടും എല്ലാം സമഗ്രമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഓർഡർ കേന്ദ്ര ഗവൺമെൻറ്റിന് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു റൂളിംഗാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് നമ്മളൊരു ജനകീയ വികാരം സൃഷ്ടിക്കുക, സർക്കാരുകളുടെ ഒരു ശ്രദ്ധ ഇതിൽ പിടിച്ചു പറ്റുക, ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് പ്രോത്സാഹനം പാടാതെ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് കൂടിയാണ് ഈ വിത്തുകൾ എന്ന് പറയുന്നത്. വിത്തുകൾ വെറും ജീവൻ്റെ ഉത്ഭവം മാത്രമല്ല, ഇത് നമ്മുടെ ജനതയുടെ മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം അത് കൈകാര്യം ചെയ്യണം. അതിനെക്കുറിച്ച് അവകാശം സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇങ്ങനെ കർഷകരും അത് സംബന്ധമായ ആൾക്കാരും സംഘടിക്കുന്നുണ്ടെന്നും എല്ലാം ഒരു അവബോധം വളർത്തിയാൽ മാത്രമേ സർക്കാരിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് കാണിച്ചത്. ഉദ്ഘാടനം നടത്തുന്ന ദൈവകർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ വി കുര്യാക്കോസ് അവർ ജനിതക വിളകളും സാമൂഹിക പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ അവതരണം നടത്തുന്ന അഡ്വക്കേറ്റ് കെ വിജയൻ, തുടർന്ന് ചർച്ചകൾ നയിക്കുന്ന ശ്രീ എൻ കെ രാജു ദൈവകർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം, ശ്രീ അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്ലാക്കൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദൈവകർഷക സമിതി, ശ്രീ കെ മുരളീധരൻ, അതുപോലെ തന്നെ ഇവിടെ സംബന്ധിക്കുന്ന മാനവികം സോഷ്യൽ ഫൗണ്ടേഷൻ ഡയറക്ടേഴ്സ്, മാനവിക ദൈവകർഷക സമിതിയുടെ സജീവ പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇതിവിടെ നമ്മൾ സംസ്ഥാന ദൈവകർഷക സമിതിയുടെ ഒരു പ്രചാരണ പരിപാടിയുടെ പരമ്പര കോട്ടയം ജില്ലയിൽ ആരംഭിക്കുന്നത് ആയിട്ട് വേണം കരുതുവാൻ. അതായത് ജനിതക വ്യതിയാനം വരുത്തിയ വിളകളും അതുണ്ടാക്കുന്ന സാമൂഹിക കാർഷിക പ്രശ്നങ്ങളും വരും ഭാവിയിൽ മാനവ ജാതിക്ക് വളരെയധികം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ പ്രശ്നം, അതിൻ്റെ ഗൗരവം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ കാലം വൈകും. അതിനിപ്പുറം സാമൂഹിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ജൈവകർഷക മേഖലയിൽ പ്രവർത്തിക്കുന്ന സജീവ ആളുകൾ പഠിച്ചതിന് ശേഷം, ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം അതിൻ്റെ ദൂഷ്യഫലങ്ങൾ സമൂഹത്തിൽ ബോധിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുകയാണ്. ഒരു മാസം മുമ്പ് നമ്മൾ ഭരണങ്ങാനത്ത് നടത്തി കോട്ടയം ജില്ലയിൽ. ഇനി വിവിധ ഭാഗങ്ങളിലായിട്ട് കോട്ടയം ജില്ലാ ജൈവകർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ മാനവിക ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയും ജൈവകർഷക സമിതിയും ഒന്നിച്ചാണ് ഇവിടെ യോഗം സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ചില സാഹചര്യങ്ങളിൽ ഏതാനും ജൈവകർഷകർ ഇവിടെ അടുത്തുള്ള മുടിയൂർക്കപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കുറച്ച് പേര് ഗോവായി പോയിട്ടുണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട് കുറച്ച് പേര് പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പേരുടെ അസാന്നിധ്യം, സ്ഥിരം വരുന്ന കുറേ പേരുടെ അസാന്നിധ്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് എത്തിയിട്ടുള്ള പ്രഗത്ഭരായ ആളുകളെ നമുക്ക് ശ്രമിക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനം നമുക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കാം. ഔപചാരികമായിട്ട് സ്വാഗതം എന്ന കർമ്മത്തിൽ ഞാൻ കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീമാൻ തോമസ് കെ ജോൺ, താലൂക്ക് പ്രസിഡൻ്റാണ്. അദ്ദേഹം കർഷകനാണ്,
കാലങ്ങളായിട്ട് കർഷകനാണ്. ഔദ്യോഗിക മേഖലകളിൽ ഇരുന്നപ്പോഴും അതിനുശേഷവുമൊക്കെ കാർഷിക വൃത്തിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ജീവനും ശ്രദ്ധയും കൊടുക്കുന്ന ആൾ. അദ്ദേഹം യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് ജൈവകർഷക സമിതി കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ VI കുര്യാക്കോസ് അവരാണ്. അദ്ദേഹം നമുക്കറിയാം വർഷങ്ങളായിട്ട് സെക്രട്ടറി ആയിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ ടേമായി നമ്മുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി നമ്മളുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്ന അദ്ദേഹത്തെയും ഞാൻ ഹൃദയംഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിഷയം അഡ്വക്കേറ്റ് KK വിജയൻ സാറ്, ശ്രീ NK രാജു സാറ്, അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്ലാക്കൻ സാറ്, ഇവരെ എല്ലാവരെയും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്, കാലങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ്. ഞാൻ കൂടുതൽ അവരെ പറ്റി വിശദമായിട്ട് പറയുന്നില്ല. സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊഫസർ ഷാജി ജോസഫ്, M ശ്രീകുമാർ, KM കുര്യാക്കോസ്, രമണി രാജു, സേവർ TO എന്നിവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇവരെല്ലാം അറ്റൻഡ് ചെയ്ത് അവർ ക്ലാസ് നയിക്കത്തക്ക രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്താണ്, ഒരു കോച്ചിങ് ക്ലാസ് കൊടുത്തിട്ടാണ്. അവർ നല്ല ഭംഗിയായിട്ട് തന്നെ അത് നമ്മുടെ താലൂക്ക് ലെവലിൽ തന്നെ മീനച്ചി താലൂക്കിൽ 60ഓളം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ മുൻഗണന ഒരുമിച്ച് വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് പോയതാണ്. അതുപോലെ നമ്മൾ ഇതിന് മുൻഗണന കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വിപത്തുകൾ എന്താണെന്നുള്ളത് നമ്മൾ ആ ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇത് വരാൻ പോകുന്ന വിപത്തുകൾ എന്താണെന്നുള്ളത്, കാരണം മുന്നിലുണ്ടാകുന്ന വിപത്തുകൾ. കാരണം ഇപ്പോഴത്തെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പരിസ്ഥിതി കൃഷിയിൽ വന്ന ഒരു ടെക്നോളജി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ടെക്നോളജി അസന്റായിട്ട് കിടക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും സർക്കാർ ലെവലിൽ ഈ റിസർച്ചെല്ലാം നടത്തി അതിൻ്റെ ബെനിഫിറ്റുകളെല്ലാം കാണിച്ച് വീണ്ടും ഇതിലേക്ക് ഇറങ്ങാനുള്ളൊരു നീക്കത്തിലാണ്. അപ്പോൾ അതിനെ നമ്മൾ ശക്തിയായിട്ട് എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ വിഷയം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താലൂക്ക് ലെവലിലും ജില്ലാ ലെവലിലും എല്ലാം ഒരു മീറ്റിംഗ്, കോർണർ മീറ്റിങ്ങുകൾ നടത്തി ഇത് നമ്മുടെ മിനിസ്റ്റർ, അതായത് സർക്കാരിനെ ഒരു ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താലൂക്ക് ലെവലിൽ മീറ്റിംഗാണ്. നമുക്ക് 5 താലൂക്കുകളാണ് ആക്റ്റീവായിട്ടുള്ളത്. ചങ്ങനാശ്ശേരി താലൂക്ക്, യൂണിറ്റിനെ, രാജാപ്പള്ളി, കോട്ടയം, വൈക്കം. ഇത്തരം താലൂക്കുകൾ നല്ല വ്യക്തമായിട്ട് പ്രവർത്തനമുള്ളതാണ്. ഞങ്ങൾ ഈ സംഘടന എന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ എന്നാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നത്. അതായത് മിക്കവാറും ആൾക്കാരും എല്ലാവരും കൃഷിക്കാർ തന്നെയാണ്. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും മുമ്പോട്ടൊന്നും വരത്തില്ല. കാരണം രാഷ്ട്രീയ ലെവലിലുള്ള അല്ലെങ്കിൽ മതത്തിൻ്റെ ആൾക്കാരൊക്കെയാണ് അവർ ആക്റ്റീവായിട്ട് മുമ്പോട്ട് വരുന്നത്. പക്ഷേ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അരിക്കും മറ്റു ഭക്ഷണങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായ ഒരു കാലമുണ്ട്. അതിന് ശേഷമാണ് സ്വാമിനാഥൻ വന്ന് പരിഷ്കരണങ്ങളൊക്കെ നടത്തി ആ ഫുഡിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ആ വസ്ത്രങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ വരുത്തി. അതിനുശേഷം ഇനിയിപ്പോൾ ഇത് വിപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ GM ഈ അങ്ങനെയുള്ള ടെക്നോളജിയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള പഴയ കൃഷികളും ആരും അനുവർത്തിക്കാതിരിക്കും. കാരണം ഉദ്ഘാടനം ചെയ്താൽ ക്ലാസ്സാണ് പ്രധാനം. ഒരു കൂടുതൽ നമ്മൾ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ മാറ്റം സ്വാഗതം ആശംസിക്കാൻ മന്ത്രി സാറ്, പിന്നെ ഉദ്ഘാടകർ കുര്യാക്കോസ്, ഇത് KK വിജയൻ സാറ്, രാജു സാറ്, അഡ്വക്കേറ്റ് ജോർജ് കുട്ടി സാറ്, മുരളീധരൻ സാറ്, ശേഷം വന്നെത്തിയിരിക്കുന്ന നമ്മുടെ കർഷക സുഹൃത്തുക്കൾ. ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ പഴയ കാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന രീതിയുണ്ട്. നമ്മൾ വിത്തുകൾ നെല്ല് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വിത്തുകൾ, അവരുടെ ആവശ്യത്തിലുള്ള വിത്തുകൾ കൃഷി പിന്നെ നമ്മൾ വിൽപ്പന കഴിഞ്ഞ് മുമ്പ് തന്നെ വിത്തുകൾ നമ്മൾ ചേർത്ത് മാറ്റി വെക്കും. നല്ല വിത്തുകൾ വേണം. അതാണ് നമ്മൾ നെൽകർഷകർ ചെയ്യുന്നത്. കപ്പയാണെങ്കിൽ കപ്പ കൃഷി ചെയ്യുന്നവരെ നമ്മൾ നല്ല തണ്ടുകൾ നോക്കി നമ്മളെടുത്ത് മാറ്റി കർഷകരെ വിൽക്കും. നമ്മൾ സുഹൃത്തുക്കൾ കൊടുക്കേണ്ടത് വിലയ്ക്ക് വിൽക്കുകയോ
അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി അത്യാവശ്യം വന്നവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇതുപോലുള്ള വാഴ വിത്തായാലും ഉള്ള എല്ലാ ഭക്ഷണമായിട്ട് മേടിക്കുക. അല്ലാതെ ഇത് ഉണ്ടാക്കി കിട്ടുന്നതിനെ പറ്റി നോക്കുന്നില്ല, കൃഷി നോക്കുന്നില്ല. ഇന്നത്തെ തലമുറകളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, എൻ്റെ മകനുണ്ട്, അവനിപ്പോൾ പുറത്താണെന്ന് പറഞ്ഞാലും വിളിച്ചു ചോദിക്കും, അപ്പം ഏതൊക്കെ പൊടി കിട്ടും, പൊടി എന്നാ പൊക്കമായി, കൃഷിയെപ്പറ്റി മാത്രം താല്പര്യത്തിൽ ചെറുപ്പം തൊട്ടേ അവനെയും കൂടെ കൂട്ടത്തിൽ നടന്ന് കൃഷി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അവർക്ക് അങ്ങനെ താല്പര്യമുണ്ട്. പിന്നെ പിള്ളേരാണ് മിക്കവാറും നമ്മൾ സാധാരണ നമുക്കറിയാം അടുത്തുള്ള വീടുകളിലൊക്കെ പോയി പഠിക്കണമെന്ന് പറഞ്ഞു, അല്ലെ ട്യൂഷന് പോയി വേദിയിൽ ഉപസ്ഥായിരിക്കുന്ന എൻ്റെ സ്വന്തം സഹോദരി സഹോദരന്മാരെ, വിശിഷ്യ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന തോമസ് കെ ജോൺ സാറ്, സ്വാഗതം പറഞ്ഞ മാധ്യമമാനവും, വേദിയിൽ ഉള്ള അഡ്വക്കേറ്റ് ജോൺ സാർ കടപ്പാക്കൽ, രാജു സാറ്, സണ്ണി ഇരിങ്ങാട്ടുപള്ളി, മുരളീധരൻ സാർ പോയി, സാറ്, നമ്മൾ ഇന്നത്തെ വിഷയം ജനിതകമാറ്റം വരുത്തിയ വിളകൾ. അവ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാർഷിക ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്ന രണ്ട് മുദ്ര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ച വിഷയങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുകയാണ്. ഈ ഒരു ചർച്ച ലോകത്തെമ്പാടും നടക്കുന്ന ചർച്ചയുടെ ഭാഗം തന്നെയാണ്. ഭാരതത്തിലും നമ്മുടെ കൊച്ചു കേരളത്തിലും കോട്ടയം ജില്ലയിലുമൊക്കെ എത്തിക്കഴിഞ്ഞു. ഈ ഒരു ചർച്ച യുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ 24-ാം തീയതി ജൂലൈ 24-ാം തീയതി പുറപ്പെടുവിച്ച ഒരു റൂളിംഗ് ആണ്. 20 വർഷം പഴക്കമുള്ള ഒരു കേസ്, ജീൻ കമ്പൈൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജീൻ കമ്പൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ കേസിൽ ആണിപ്പോൾ ഒരു ജൂലൈ 24-ാം തീയതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഈ GM വിളകളെക്കുറിച്ചുള്ള ഒരു തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു റൂളിംഗ് ആണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ GM വിളകൾക്ക് അനുവാദം കൊടുക്കുന്ന അവസരത്തിൽ അത് കർഷകരുമായിട്ടും കർഷക സംഘടനയായിട്ടും ശാസ്ത്രജ്ഞന്മാരുമായിട്ടും ഈ മേഖലയിൽ വർത്തിക്കുന്ന എല്ലാവരുമായിട്ടും സമഗ്രമായിട്ട് ചർച്ച ചെയ്ത് ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരം വിളകൾക്ക് അനുവാദം കൊടുക്കാവുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകരും കർഷക സംഘടനകളും എല്ലാം ഇതുപോലുള്ള വേദികൾ പങ്കിട്ട് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സർക്കാരിൻ്റെ തലത്തിൽ തിരിച്ചറിയുകയും സർക്കാർ നമ്മുടെ സംഘടനകളെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വിളിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇതുപോലുള്ള ധാരാളം മീറ്റിങ്ങുകളും ചർച്ചകളും സംഘടിപ്പിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ്. എന്നാലും ചില വസ്തുതകൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ കോശങ്ങൾ, നമുക്കറിയാം ഈ ജീവനുള്ള എല്ലാ ജീവികളും അവരുടെ ശരീരം നിർമ്മിതമായിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഈ കോശങ്ങൾ ഏകകോശ ജീവികളുണ്ട്, ഇപ്പോൾ ക്ലാമിഡോമോണാസ് അല്ലെങ്കിൽ അമീബ എന്ന് പറഞ്ഞ ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. ഈ ജീവികളുടെ ശരീരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്രോമസോം എന്ന് പറയുന്ന സംഗതി. ഇപ്പം ഹോമോസാപ്പിയൻസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യൻ 23 ജോഡി ക്രോമസോമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആണായാലും പെണ്ണായാലും 23 ജോഡി
ക്രോമസോമാണ്. ഈ ക്രോമസോമാണ് നമ്മൾ ആ ജീവി ഏതാണെന്ന് തിരിച്ചറിയുന്നുള്ള അടിസ്ഥാന ഘടകം. ഇപ്പോൾ ഞാൻ പറഞ്ഞു 23 ജോഡി എന്ന് പറഞ്ഞു. ഈ 23 ജോഡി 24 ജോഡി ആയിക്കഴിഞ്ഞാൽ അതൊരു വേറെ ജീവിയാണ്. 20 ആയി കഴിഞ്ഞാൽ അത് വേറെ ജീവിയാണ്. അപ്പോൾ ആ ജീവി ഏതാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് എണ്ണം. അങ്ങനെ 23 ജോഡി ക്രോമസോമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത്. ഇങ്ങനെ ഓരോന്നിനും ഓരോ ചെടികൾക്കും അത് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ജീൻ എന്ന് പറയുന്ന ഈ ക്രോമസോമിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള പിരിയൻ കോണിയുടെ ആകൃതിയിലുള്ള ഒരു സാധനമാണ് ഈ ജീനിനകത്തുള്ള ക്രോമസോം എന്ന് പറയുന്നത്. ഈ ജീനാണ് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. പാരമ്പര്യ സ്വഭാവം എല്ലാം ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ജീനിനകത്താണ്. അതൊരു പിരിയൻ കോണിയുടെ രൂപത്തിലാണ്. 2 സൈഡും കൊണ്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ജീനിനകത്ത് നമ്മുടെ പാരമ്പര്യ സ്വഭാവം ആലേഖനം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, തലമുറകളായിട്ട് ചിലർക്ക് പൊക്കക്കുറവുള്ള ആൾക്കാരായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ചെറുപ്പത്തിലെ തന്നെ 10 തല നരയ്ക്കും. അങ്ങനെ ഓരോ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഓരോ സ്വഭാവ വൈശിഷ്ട്യങ്ങളും ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ജീൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ചെടികളിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ വഴുതന, വീട്ടി വഴുതന വെച്ചാൽ ബാസിലസ് കാണാൻ പറ്റിയില്ല, ഈ കോശത്തിനകത്തുള്ള ക്രോമസോമിനെ കാണാൻ പറ്റിയില്ല, ജീനിനെ കാണാൻ പറ്റില്ല. പക്ഷേ ഡെവലപ്മെന്റ് ടെക്നോളജി ഒത്തിരി വികസിച്ചു പോയി. അപ്പം അങ്ങനെ ആ ടെക്നോളജി കൊണ്ട് ഈ ജീനിനെയൊക്കെ ക്രോമസോമിനെ നമുക്ക് കണ്ടെത്താം. അതിൽ വൈകല്യമുള്ള ഘടകങ്ങൾ, ഇപ്പോൾ കീടാക്രമണത്തിന് വിധേയമാകുന്ന അല്ലെങ്കിൽ കീടാക്രമണത്തെ ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ ഈ ക്രോമസോം ജീനിനകത്തുള്ള ഒരു ഭാഗമായിരിക്കും. അപ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞു ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചീത്തയായ അല്ലെങ്കിൽ ആ ചീത്ത സ്വഭാവം പ്രകടിപ്പിക്കുന്ന ജീന്, ആ ജീനിൻ്റെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഭാഗം എടുത്ത് കളഞ്ഞിട്ട് അതിന് പകരമായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ വേറെ ജീവിയിൽ നിന്ന് എടുത്തിട്ടുള്ളതോ ആയ ജീൻ ഇതിലേക്ക് കടത്തി വിടുക ചെയ്യും. നമ്മുടെ ടെക്നോളജി അത്ര കണ്ട് വികസിച്ചു പോയി. ടാപ്പിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ജീൻ എഡിറ്റിങ്, ജീൻ കാസറ്റിങ് എന്ന പല പേരിലും അറിയപ്പെടുന്നത്. ടെക്നോളജി ഇതാണ്. ആ ജീനിനെ ആ വൈകല്യമുള്ള ഭാഗം എടുത്ത് കളയുകയും അതിൻ്റെ സ്ഥാനത്തേക്ക് പുതിയ ഒരു ഭാഗം വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന വിത്തുകൾ രോഗപ്രതിരോധ ശക്തിയുള്ളതായിരിക്കും. അതായത് ആ കേടുവന്ന അല്ലെങ്കിൽ വൈകല്യമുള്ള അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതമല്ലാത്ത ആ ജീനിനെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് വേറെ രോഗപ്രതിരോധ ശക്തിയുള്ള ജീൻ കടത്തിവിട്ട് അങ്ങനെ വരുന്ന ചെടിയുടെ വിത്തുകൾ ഈ രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ആണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് ഇപ്പോൾ പുതിയ ടെക്നോളജി കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം വലിയ ശാസ്ത്രമാണ്, വലിയ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷേ കണ്ടുപിടുത്തങ്ങൾ എത്ര മഹത്തരമായാൽ കൂടിയും അത് നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ വിത്ത് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നേരിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? അത് ഫ്രാഞ്ചൈസികൾ കാണും ഇടയ്ക്കിടയ്ക്ക്. ധാരാളം ഫ്രാഞ്ചൈസികളുടെ കയ്യിൽ കൂടി ഒഴുകിയിട്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എത്ര ആ വില ഇടുവാണെങ്കിൽ ഏത് വിലയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്? ഇപ്പം അനുവാദം കാത്ത് കിടക്കുക, സർക്കാർ അനുവാദം കൊടുത്താൽ മതി. 200 പരീക്ഷണങ്ങൾ നടത്തി വിജയകരമാണെന്ന് അവർ പറയുന്നു. അനുവാദം തന്നേക്കാൻ പറഞ്ഞ് സർക്കാരിനോട് പറഞ്ഞിരിക്കുക. അപ്പോഴാണ് നമ്മുടെ സുപ്രീം കോടതി, കർഷകർ സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി ഈ ജീൻ കമ്പൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ ഇപ്പോൾ ഒരു ഓർഡർ എടുത്തിരിക്കുന്നു. അത് പഠിച്ചിട്ട് മതി, ഇപ്പോൾ കൊടുക്കണ്ട എന്നുള്ള പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ പഠനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ.
ഇപ്പം ഈ ഒരു വിഷയത്തിൽ വേറെ ആൾക്കാരും സംസാരിക്കാനുണ്ട്, ഞാൻ ചുരുക്കമാണ്. ഇതൊരു സാഹിത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേരി ഷെല്ലി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് എഴുതിയിരിക്കുന്ന ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. വളരെ വിശ്വപ്രസിദ്ധമായ ഒരു ഇതാണ്. അതായത് ഒരു ഡോക്ടർ പരീക്ഷണശാലയിൽ കൃത്രിമമായിട്ട് ഒരു പഠനവും നടത്താതെ ഇതുപോലുള്ള കുത്തക കമ്പനികളുടെ അവർക്ക് അവസാന പാടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യവർഗം തന്നെയാണ് ഉന്മൂലനത്തിലേക്ക് പോകാൻ പോകുന്നത്. ഞാൻ വിഷയം ചുരുക്കിയാണ്. എഡ്വേർഡ് അബി എന്ന് പറയുന്ന ഒരാളുടെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്താനാണ് ആശിക്കുന്നത്. എഡ്വേർഡ് അബി എന്ന് വെച്ചാൽ മരുഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് അബി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിശബ്ദനായിരിക്കാൻ നമുക്ക് എന്ത് അവകാശം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്ത് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും യാതൊന്നും പ്രതികരിക്കാതെ നിശബ്ദനായിരിക്കരുത്. നിശബ്ദനായിരിക്കാൻ നമുക്ക് എന്താ അവകാശമുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചത്. നന്ദി, നമസ്കാരം. ചെയ്ത് പറയാനുണ്ടായി. നമുക്ക് പൊതുവിൽ അറിയാവുന്ന സുവോളജി പഠിച്ചിട്ടുള്ള ആളുകളൊരു പഠിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ സുവോളജി പഠിച്ചിട്ടുള്ള ആളല്ല. എന്നാലും ജീനിനെ കുറിച്ച് പറയുന്നത് ജീനിൻ്റെ പണ്ട് മനുഷ്യനുണ്ടായ കാലം പോലെ ജീനുള്ളതാണ്. ഈ ജീനിൻ്റെ ജീൻ മാപ്പിംഗ് പറഞ്ഞാൽ ജീനിൻ്റെ സ്വഭാവം, ഈ പറഞ്ഞ മനുഷ്യകോശങ്ങളിലുള്ള ജീനിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അടുത്ത കുറേ കാലം മുമ്പ് നടന്ന ഒരു പ്രത്യേകത. ആ സ്വഭാവവിശേഷം കണ്ടുപിടിച്ചതോടുകൂടി ഏത് ജീനാണ് ഓരോ ഗുണത്തിന് കാരണമാകുന്നത് എന്ന് തിരിഞ്ഞു. ഇപ്പം ഉദാഹരണം പറയാം, എൻ്റെ കറുപ്പ് നിറത്തിന് കാരണം ഒരു ജീനാണ്. എൻ്റെ കറുപ്പ് നിറത്തിന് കാരണമായ ജീൻ ഏതാണെന്ന് ശാസ്ത്രത്തിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പം അത്തരത്തിൽ ഓരോ സ്വഭാവവും ഏത് ജീനിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജീൻ മാപ്പിംഗ് നടന്നു എന്നുള്ളത്. ആ മാപ്പിംഗ് നടന്നതിന് ശേഷം അപ്പോൾ വിളകളിലേക്ക് ഈ പറഞ്ഞ പോലെ ഈ ജീനുകളെ മാറ്റി ഓർഡർ ചെയ്യുക, നീക്കം ചെയ്യുക, ഇത്തരത്തിൽ ജീൻ എഡിറ്റിംഗ് നടത്തി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വിളകളിൽ ഇത് പരീക്ഷിക്കാൻ തുടങ്ങി. അതാണ് അദ്ദേഹം പറഞ്ഞ BT കോട്ടനാണ് ഇന്ത്യയിൽ ആദ്യം വരും. BT കോട്ടണിൽ ഈ പറഞ്ഞ ബാക്ടീരിയ സൂറിഞ്ചീനിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ എടുത്തു വെച്ച് അതിൻ്റെ ബോൾവേമിന് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണം നടത്തി. ആ വിത്തുകൾ കർഷകർക്ക് കൊടുത്തു, വ്യാപകമായി കൃഷി ചെയ്തു. അതിനെ അതിജീവിക്കുന്ന കീടങ്ങളുണ്ടായി, കർഷകർ വിഷമടിക്കേണ്ടി വന്നു. 2,70,000 കർഷകർ ആ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കർഷകർക്ക് ഈ തരത്തിലുള്ള വൻതോതിലുള്ള നഷ്ടങ്ങളുണ്ടായി. ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും അതുകൊണ്ടുണ്ടായില്ല. അപ്പോൾ അതിനെ തുടർന്നാണ് BT വഴുതന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. BT വഴുതന വന്നപ്പോഴത്തേക്കും വ്യാപകമായ പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടും ഉണ്ടായി. വഴുതന വരേൽപ്പിച്ചു ഒക്കെയുണ്ട്. പിന്നീട് ഇപ്പോൾ അടുത്ത വീണ്ടും GM കടുവുമായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത് GM കടുക് അത് ഡൽഹി സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ ഇത് സർവകലാശാലയാണെന്ന് തോന്നുന്നത് പോലും. പക്ഷേ അത്തരത്തിലുള്ള ഇത് കുത്തക കമ്പനികളുടെ കൈകളിലേക്ക് പോകുന്നതിനുള്ള തരത്തിലുള്ള ഒരു എല്ലാ ചട്ടവട്ടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ GM കടുകാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഭക്ഷ്യ എണ്ണകളുടെ കടുകെണ്ണ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് പാം ഓയിലാണ്. അപ്പോൾ കടുകെണ്ണയുടെ പേരിൽ ഈ ഒരു കടുകിൻ്റെ മാറ്റം വരുത്തിയ കടുകുകളെ പരീക്ഷിക്കേണ്ട യാതൊരു സാഹചര്യം ഇന്ത്യയിൽ നിലവില്ല. മാത്രമല്ല 95 വരെ ഇന്ത്യ ഭക്ഷ്യ എണ്ണകൾക്ക് സ്വയം പര്യാപ്തമായിരുന്നു. അപ്പോൾ ഈ ഭക്ഷ്യ എണ്ണകൾക്ക് സ്വയം പര്യാപ്തമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് താറുമാറാക്കിയതിന് ശേഷമാണ് ഇപ്പം ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു വാദം ഉന്നയിച്ചാണ് ഈ പരീക്ഷണം നടത്തുന്നതിനുള്ള ശ്രമങ്ങളാണ്. ഇവിടുത്തെ ഈ കടുകിലും ഈ പറഞ്ഞ ബാക്ടീരിയസ് പ്രത്യേക പേരുള്ളൊരു ബാക്ടീരിയയാണത്. നിങ്ങൾ ഗൂഗിളിലോ ചാറ്റ്ജിപിറ്റിയിലൊക്കെ അടിച്ചു നോക്കി അറിയാൻ പറ്റും. ഈ പറഞ്ഞ ഇതെന്താണെന്നോ ഇതിന്റെ ദൂഷ്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. ബാക്സിലസ് അമീലിയോക്വിസ്
ക്രിസ്ത്യൻസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ, അതിൻ്റെ അകത്തുനിന്നാണ് അതിൻ്റെ ഒരു തരം അത് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോഴാണ് അത് അതിൻ്റെ അകത്തെ ഒന്നിരുടെ പ്രോട്ടീനുകൾ മനുഷ്യൻ്റെ പ്രത്യുൽപാദന ശേഷിയെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള എന്ന് നമ്മൾ ഗൂഗിൾ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇവിടെ അടുത്തുള്ള നീണ്ടൂരുള്ള സ്വാമി നിർമ്മലാനന്ദഗിരി ഇവിടെ അടുത്ത് നീണ്ടൂരുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടോ പറഞ്ഞു. അദ്ദേഹം വളരെ പ്രത്യേകത പുള്ളി പറയാം പുള്ളിയത് പെട്ടെന്ന് ഒന്നാരല്ല കുറച്ച് ഗുരുവില്ലാത്ത മുൻതിരികരിക്കുന്ന ഒരു തലമുറയ്ക്ക് അല്ല പിള്ളേരുണ്ടാകും. ഞാൻ നിരന്തരമായ ഒരു ജനസമൂഹം പരമ്പരകളായി ഇത് വെച്ച ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് പറഞ്ഞാൽ വാട്ട് യു കഴിക്കുന്ന അല്ലേ അത്രേ നിങ്ങൾ കഴിക്കുന്ന എന്താണെന്നൊരു വിചാരമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ ജനിതകമാറ്റം വരുത്തിയ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ദീർഘകാലം കൊണ്ട് മനുഷ്യനുണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് പ്രകൃതിയുടെ ഒരു ഓർഡറിനെതിരെ പ്രകൃതി മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പ്രകൃതിയിൽ നിർത്താനം നടക്കുന്നത്, പ്രകൃതിയിൽ ലൊക്കേഷൻ നടക്കുന്നുണ്ട്, പ്രകൃതി പല വിധത്തിലുള്ള നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഈ പ്രകൃതിയിൽ നടക്കുന്നത് സ്വാഭാവികമാണ്. ഇത് ആ സ്വാഭാവിക പ്രകൃതിയുടെ ഇതിന് വിട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സംഗതി ജീവന്റെ ഒരു താക്കോൽ തുറന്ന് അതിൽ നമ്മൾ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തെന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ മനുഷ്യരാശി തന്നെ ഈ രീതിയിൽ ഇന്നത്തെ മനുഷ്യരാശി തന്നെ നശിച്ചു പോകുന്നതിന് ഇത് കാരണമായേക്കാം. ചെറിയ കാര്യമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. വൻതോതിലുള്ള ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട്. വൻതോതിലുള്ള ഇത്തരത്തിലുള്ള ഒരു രൂപമാറ്റം എന്ന് പറയുന്നത് ഒരു ജീവി വേറൊരു ജീവി എങ്ങനെയാണ് മാറി മറിഞ്ഞ് വരുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അതിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഈ ഹിറ്റ്ലർ അധികാരത്തിൽ മുസോളിനി ഹിറ്റ്ലർ പറഞ്ഞു ഇവിടെ ആര്യന്മാർ മാത്രം മതി, ആര്യന്മാരെ ബാക്കിയുള്ളതെല്ലാം കൊണ്ടുപോകുന്ന ഹിറ്റ്ലർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇതിലേക്കാണ് വരാൻ പോകുന്നത്. ഇപ്പം ഇപ്പം നമ്മൾ കണ്ടത് ഒരു ബാക്ടീരിയയുടെ ഒച്ചെടുത്ത് ഇത് ബോൾബേമിനെ പ്രതിരോധിക്കാനുള്ള സംഗതികളെ രൂപപ്പെടുത്തിയെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇതിനെ പോകാൻ സാധ്യത. ഇപ്പോൾ പന്നിയുടെ ജീരകത്ത് തക്കാളി കലർത്തിയാൽ നല്ല ടേസ്റ്റുള്ള തക്കാളി ഉണ്ടാക്കാമെന്നാണ് കണ്ടുപിടുത്തം. പിന്നെ അതൊന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ അങ്ങനെ വേണമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ്റെ ജീവനെടുത്ത് സാധാരണ ഇറച്ചി ഉണ്ടാക്കാൻ ഒരു ശാസ്ത്രജ്ഞനെ ചിന്തിച്ചുകൂടാ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ധാർമ്മികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ധാർമ്മിക പ്രശ്നങ്ങൾ ഇതിലൂടെ ഉണ്ടായി വരുമെന്നുള്ള അതുപോലെ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ വിശേഷ ഈ ജീനുകളിൽ നിന്നും പറഞ്ഞു കിട്ടിയ ഈ വിശേഷങ്ങളാണ്. ഇപ്പൊ നമുക്ക് തിരിച്ചറിയാം ഈ ജീൻ മാറ്റിക്കഴിഞ്ഞാൽ ഈ ജീൻ ട്രാൻസ്ഫറിങ് വഴി വരുന്ന അതിന് ആരാണ് പിതാവ്, ആരാണ് മാതാവ്, ആരുടെ ഗുണമാണിത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പിതൃശൂന്യരായ ഒരു സമൂഹം അല്ല ഈ ഞാൻ പറഞ്ഞ ജീവിവർഗം അല്ലെ ജന്തുവർഗം അല്ലെ ജൈവ വൈവിധ്യത്തിൽപ്പെട്ട എല്ലാത്തിനും അതിൻ്റെതായ ഇതുണ്ടല്ലോ. ആ ഒരു പിതൃശൂന്യരായ ഒരു സമൂഹത്തെയും ഒരു ലോകഗതിയെയും സൃഷ്ടിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇതിനുണ്ട്. അതിൻ്റെ ഒരു ധാർമ്മിക പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഇതിനെ അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇതിന് ശാസ്ത്രമായി ഒരുപാട് പ്രോത്സാഹനം നടത്തുന്നുണ്ട്. അവർ പറയുന്ന ഒരുപാട് വാദഗതികളുണ്ട്. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ഈ ഹൈബ്രിഡ് വിത്തുകൾ ജനിതമാറ്റം വരുത്തില്ല. ജനിതമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ജീനെടുത്ത് മറ്റൊരു ജീവിയിലെ മറ്റൊരു സസ്യത്തിലോ വെച്ച് മാറ്റുന്നത് മാത്രമേ ജനിതമാറ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പം അതിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹെർബിസൈഡ് ടോളറൻ്റ് ആയിട്ടുള്ള വിത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ചെയ്യുന്ന ഒരു സംഗതി. അപ്പം എന്ന് പറഞ്ഞാൽ കളനാശിനി അടിക്കുമ്പോൾ ചുമ്മാ അടിച്ചിട്ടാണ് കളകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ സൂചിപ്പിച്ചാൽ അതിനെ മറികടക്കുന്ന സൂപ്പർ കളകൾ ഉണ്ടായതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. സൂപ്പർ കളർ ഉണ്ടായതായിട്ടാണ്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് പാമ്പിന് പല്ലിൽ വിഷം, ദുഷ്ട സർവാംഗം വിഷം എന്ന് പറഞ്ഞാൽ ഈ ജനിതകമാറ്റം വരുത്തുന്ന സർവാംഗം വിഷം പുറപ്പെടുവിക്കുന്നവരാണല്ലോ ഈ കീടങ്ങളെ നശിക്കുന്നത്. ഇതിന് അടിപൊളി വിഷമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഇതിനെ മാത്രമേ ബാധിക്കുള്ളൂ അല്ല എന്നുള്ള വിഷയം അല്ല എന്നാണ് ഇപ്പം പഠനങ്ങൾ തെളിയിക്കുന്നത്. അതാണ് ഇന്നത്തെ സംഗതി. ഞാൻ തൽക്കാലം നിർത്താം.
എല്ലാം അടിസ്ഥാനപരമായ നിലനിൽപ്പിന് അവരുടെ അടിസ്ഥാന ഘടകങ്ങൾ, അവരുടെ ഉത്പാദനശേഷി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനുള്ള അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥ, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളെ ബാധിക്കുന്ന സമഗ്രമായ ഒരു പ്രശ്നമായിട്ട് തന്നെ ഇതിനെ കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാർ നേരത്തെ ഇവിടെ വന്ന് ഒരു ശകലം സ്ഥലം തരാമോ, കച്ചവടത്തിന് സ്ഥലം തരാമോ എന്ന് ചോദിച്ച് അവർ കച്ചവടത്തിന് കൂടി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കുത്തകൾ ഈ സാധനം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാണ്. നടപ്പാക്കേണ്ടത് നമുക്ക് എന്താണ് പരിഹാരം ചെയ്യുന്നത്? നമ്മളിപ്പം കൂടിയിട്ടുണ്ട്, നമ്മൾ കൂടി ഒരു പരിഹാരത്തിന് അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇനി കഴിയുമോ കഴിയില്ല, ഇനി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ കുളം കഷ്ടപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു സമയത്താണ് നമ്മളിപ്പോൾ. അത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം കേട്ടു. അതിൽ ഒരു ഗൗരവ ഡിസാർ പറഞ്ഞൊരു വലിയ പോയിന്റ്, സൈഡ്ലെസ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മളിവിടെ ഭക്ഷ്യവസ്തുക്കൾ നമുക്കിവിടെ തരുന്നു. അത് ഞാനൊരു ചികിത്സിക്കുന്ന ആളെന്നുള്ള ആളെക്കൂടെ എനിക്ക് കുറച്ച് കൂടുതൽ അറിയാനുണ്ട്. സൈഡ്ലെസ് ആയിട്ടുള്ള ഏത് വസ്തുക്കൾ മനുഷ്യൻ ഉപയോഗിച്ചാലും ജീവജാലങ്ങൾ ഉപയോഗിച്ചാലും അവരുടെ പ്രത്യുൽപാദന ശേഷം. രണ്ട്, നമ്മൾ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ രണ്ടാമത് അതിൻ്റെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല, അതായത് അതിൽ തന്നെ വീണ്ടും അതിൻ്റെ ഉൽപ്പാദനം പുതിയ വിത്തുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ വിത്തുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും ജീവജാലങ്ങൾക്കും ഇതേ അവസ്ഥ. ഇത് ആരും അറിയാതെ ചെയ്തോ നമ്മുടെ ഒരു ഗവൺമെൻറ് അറിയാതെ ചെയ്തൊരു കാര്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റും. ഗവൺമെൻറ്റുകളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കുന്നത്. കാരണം നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഇനി കൂടുതലായിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഗവൺമെൻറ് ഗവേഷണ മേഖലകളുണ്ട്. അവിടെയെല്ലാം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിത്തുകളും മറ്റു കാര്യങ്ങളും നമുക്കറിയാം. നമ്മുടെ അടുത്ത് നമുക്ക് പല കാര്യത്തിലും അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് നമ്മൾ കണ്ടത് നമ്മുടെ ഇടയ്ക്ക് വന്ന ഇപ്പം നാടൻ പശുക്കൾ അത് മാറിയിട്ട് പുതിയ ഇനം പശുക്കളെ വന്നതോടുകൂടി അതിൻ്റെ പാലിൻ്റെ പ്രത്യേകത നമുക്ക് പലർക്കും ഈ ജൈവ കർഷക മേഖലയിൽ പലർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം അത് A1 പ്രോട്ടീനാണുള്ളത്. ആ A1 പ്രോട്ടീനുള്ള പാല് കഴിച്ചു കഴിഞ്ഞാൽ പ്രായമായവർക്കും യൗവനക്കാർക്കും സൈലന്റ് അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. ഇനി യൗവനക്കാർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ഓട്ടിസം കണ്ടമാനം. കുട്ടികൾ നേരിട്ട് കഴിച്ചാൽ ഓട്ടിസം. ഇന്ന് ഓട്ടിസം കൊണ്ട് നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എവിടെ ഒരു പ്രദേശത്ത് നമ്മളൊരു പഞ്ചായത്തിൽ കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 10-250 കുട്ടികളെങ്കിലും ഓട്ടിസം ബാധിച്ചത് ഏറ്റവും കുറഞ്ഞത്. ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ടാണ് 1000 ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ന് ഓട്ടിസം ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ നിത്യവൃത്തിക്ക് കഴിവില്ലാത്ത ജനം പശുവിനെ വളർത്തി ജീവിതം നടത്തിയിരുന്ന പല ആളുകളും ഈ വലിയ ഇനം പശുവിനെ കിട്ടുമ്പോൾ വളരെ സന്തോഷിച്ചു, വളരെയേറെ പാല് കിട്ടും, ഞങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യമായി വിചാരിച്ച് ചെയ്തു. പക്ഷെ വളരെ പറഞ്ഞില്ല, ഇപ്പോഴും അറിയുന്നില്ല ജനങ്ങൾ, ഇപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് അറിയുന്നില്ല. ഇനി അടുത്തൊരു വാസ്തവത്തിനെ പറ്റി ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെല്ല് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല സാധു പറഞ്ഞു. അതിൻ്റെ അകത്തുള്ള ഒരു ന്യൂക്ലിയസ് ശരിക്കും അല്പം മൈക്രോസ്കോപ്പ് വെച്ച് വരെ കാണാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ഇപ്പം മനുഷ്യനാണ് 46 ക്രോമസോം ഉണ്ട്. അതിൻ്റെ അകത്താണ് ജീൻ എന്ന് പറയുന്നത്. ഓരോന്നിനും സാധു പറഞ്ഞാൽ ഓരോന്നിനും കളറ് നൽകുന്ന ജീന് അതൊക്കെ മനുഷ്യരുടെ വ്യത്യസ്തരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാളെ പോലെ മറ്റൊരാളില്ലാത്തത് ഈ ജീനിൻ്റെ ഉണ്ടായിട്ടുകൊണ്ടാണ്. നമുക്ക് ഏത് ചാൻസസ് വേണേലും ഉണ്ട്. അപ്പോൾ അത് ഏത് ജീനാണ് ജനറ്റിക്കൽ ജീൻ മാപ്പിംഗ് ഒക്കെ ശരി. പക്ഷെ ആ ജീൻ മാപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ജീൻ മോഡിഫിക്കേഷൻ നടത്തി ഉണ്ടാക്കിയാൽ പോലും ആ നെക്സ്റ്റിലുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പം ഒരു വൈറസിന് അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാകാതിരിക്കാം. ഡിസീസിന് കാരണമാകുന്നതെന്ന് പറയുന്നത് ഒരു വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ചിലപ്പോൾ പെസ്റ്റ് കൺട്രോളിനുള്ളത് എന്തെങ്കിലും ഒരു ജീവി അല്ലെങ്കിൽ കുടിക്കുമ്പോൾ അത് അതിനെ റെസിസ്റ്റൻ്റ് ആക്കി വരുന്നതായിരിക്കും ഒരു ജീൻ മോഡിഫിക്കേഷൻ വരുന്നത്. ആ മോഡിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് നെക്സ്റ്റ് ജനറേഷനിൽ ഇത് ഏതാണെങ്കിലും ഒരു 2 വിധത്തിലാണ് അത് മൾട്ടിപ്ലിക്കേഷൻ മൈറ്റോസിസ് ജിനോസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുന്നത് അറിയാം ഇതിൽ എക്സ്ചേഞ്ച് ഓഫ് ജീൻസ് ഒക്കെ എല്ലാ സമയം ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പം മോഡിഫൈ ചെയ്തിട്ടുള്ള ഓർഗനിസം ഉണ്ടായാൽ പോലും അത് ചില ടെസ്റ്റിന് റെസിസ്റ്റൻ്റ് ആക്കി മറ്റ് ചില ടെസ്റ്റിന് അത് റെസിസ്റ്റൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും. ഇതിൻ്റെ റെസിസ്റ്റൻസ് അടുത്ത റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റി
ആൾക്കാർക്കല്ല ഉദ്ദേശിക്കുന്ന വൈറസാണ് എല്ലാവർക്കും ഈ ജീൻ മുട്ടേഷൻ. നമ്മളിപ്പം കേരള ജൈവ കർഷക സമിതി ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കെതിരെയുള്ള ഒരു കാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് ഷൊർണൂർ പരുത്തിപ്പറയിൽ വെച്ച് ട്രെയിനിങ് നൽകുകയുണ്ടായി. തുടർന്ന് ഈ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി GM വിളകൾക്കെതിരെ കേരളം എന്ന ഒരു ക്യാപ്ഷനിൽ ഒരു വിപുലമായൊരു പരിപാടി, ഒരു കാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു തൃശ്ശൂർ പോസ്റ്റ്ബോർഡ് ഹാളിൽ ഒരു യോഗം വിളിച്ചുകൂടുകയും അവിടെ വെച്ച് ഇതിനെതിരെ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യവിളകൾക്കെതിരായിട്ടുള്ള കാമ്പയിൻ ശക്തിപ്പെടുത്തുകയാണ്. ജൈവകർഷക സമിതി ഒരു വ്യാപകമായൊരു ഓൺലൈൻ പെറ്റീഷൻ കാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ജനിതമാറ്റം വരുത്തിയ വിളകൾക്കെതിരായി ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനും ജനമനസാക്ഷി ഉണർത്തുന്നതിനും പൊതുജനാഭിപ്രായം ഇതിനെതിരെ തിരിച്ചുവിടുന്നതിനും അതുവഴി രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ജനിതമാറ്റം വരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ സമരത്തോടെ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അത് സുപ്രീം കോടതി ജൈവ സുരക്ഷ നയം രൂപീകരിക്കണം എന്ന ഒരു കോടതി വിധിയിലൂടെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അതിന് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ വ്യാപകമായി പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ കോട്ടയം ജില്ലയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.